എഴുതപ്പെട്ട സൂപ്പർ ഹീറോ കോമിക്കുകളിൽ ഏറ്റവും ഓളം സൃഷ്ടിച്ച സൂപ്പർ വില്ലനാണ് ജോക്കർ. അരാജകത്വം കൊടികുത്തിവാണ് ഗോതം സിറ്റിയിലെ അനാർക്കിയുടെ രാജാവ്. കോൾഡ് ബ്ലഡഡ് സോഷ്യോപാത്ത് എന്ന രചയിതാക്കളും അഭിനേതാക്കളും പ്രേക്ഷകരും വിശേഷിപ്പിച്ച ജോക്കർ ഹോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡുകൾ തകർത്ത നായകൻ കൂടെയാണ്. പതിറ്റാണ്ടുകളായി പല നരേറ്റീവുകളിലും വേഷത്തിലും ഭാവത്തിലും വന്നുപോയ ജോക്കർ തൻ്റെ പ്രണയവുമായി തിരികെ എത്തുകയാണിപ്പോൾ. ലോകം കണ്ട ഏറ്റവും ബ്രൂട്ടലായ ക്രിമിനൽ കപ്പിളിന്റെ കഥ ജോക്കർ ഫോളി അഡിയു. ഒരുപക്ഷെ ഏറ്റവും അധികം സ്വതന്ത്ര സൃഷ്ടികൾ ഉണ്ടായിട്ടുള്ള സൂപ്പർ വില്ലനാകും ജോക്കർ. അയാൾ ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല എന്നത് തന്നെയാണ് അയാളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതും. അയാൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഡു ഐ റിയലി ലുക്ക് ലൈക്ക് എ ഗൈ വിത്ത് എ പ്ലാൻ? ഐ എം എ ഡോഗ് ചേസിംഗ് കാർസ്. ഐ വുഡന്റ് നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ് വൺസ് ഇഫ് ഐ കോട്ട് ഇറ്റ്. ഐ ജസ്റ്റ് ഡു തിങ്സ്. ജോക്കർ എന്ന ഭയപ്പെടുത്തുന്ന വില്ലൻ കഥാപാത്രത്തോട് ലോകം മുഴുവൻ സഹതപിച്ചത് ഒരുപക്ഷെ ക്രിസ്റ്റഫർ നോളന്റെ ഡാർക്ക് നൈറ്റ് റൈസസ് പുറത്തിറങ്ങിയ ശേഷമാകും. ഹീത്ത് ലെഡ്ജർ എന്ന നായകൻ തന്റെ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ചിത്രം അതുവരെ ലോകം കണ്ട ജോക്കർ എന്ന പരാജയപ്പെട്ട ഒരു ക്ലൗണിന്റെ വിവിധ ഭാവമാറ്റങ്ങൾ കൊണ്ടും കഥാപാത്രത്തിന്റെ ആഴം കൊണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ജോക്കറായി മാറാൻ ആ നടൻ തന്നെ ഒരു ഹോട്ടൽ മുറിയിൽ സ്വയം പൂട്ടിയിടുകയും മെല്ലെ വിഷാദ രോഗത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കും തെന്നി വീഴുകയുമായിരുന്നു. പ്രകടനത്തിന്റെയും പ്രേക്ഷക പ്രീതിയുടെയും പാരമ്യത്തിൽ നിൽക്കെയാണ് അയാൾ തന്റെ എല്ലാ ഭാരവും ഒരു ജേർണലിൽ കുറിച്ചു വെച്ച് ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞതും. അത് ഹോളിവുഡിൽ നിലനിന്ന ജോക്കർ ശാപത്തിന് ആക്കം കൂട്ടി. ഇഫ് യു ആക്ട് ആസ് ജോക്കർ ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് യു വിൽ ഗോ ക്രേസി എന്ന വാക്കിന് ഭാരം കൂടി വന്നു. ഹീത്ത് ലെഡ്ജറിന് മുമ്പ് തന്നെ ജോക്കർ എന്ന കോമിക് കഥാപാത്രം ഹോളിവുഡിൽ തന്നെ സിംഹാസനം ഉറപ്പിച്ചിരുന്നു. കോമിക് ബുക്കുകളിലൂടെയും സീരീസുകളിലൂടെയും 1960-കൾ മുതലേ ജോക്കർ ഹിറ്റാണ്. 1960-ലെ ബാറ്റ്മാൻ TV സീരീസിലൂടെ സീസർ റൊമോറോയും 1989-ലെ ടീം ബർട്ടൺ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാറ്റ്മാൻ എന്ന സൂപ്പർ ഹീറോ ചിത്രത്തിലൂടെ ജാക്ക് നിക്കോൾസണും 2016-ലെ സൂയിസൈഡ് സ്ക്വാഡിലൂടെ ജാരഡ് ലെറ്റോയും ജോക്കർ എന്ന കഥാപാത്രത്തിന് നൽകിയ സ്പിരിറ്റ് ചെറുതല്ല. സ്റ്റാർ വാർസ് യൂണിവേഴ്സിലെ ലൂക്ക് സ്കൈവാക്കറായി എത്തിയ മാർക്ക് ഹാമിൽട്ടൺ ആണ് DC ആനിമേഷൻ യൂണിവേഴ്സിലെ ജോക്കർ കഥാപാത്രങ്ങൾക്കൊക്കെയും ശബ്ദം നൽകിയത്. ഇതെല്ലാം ജോക്കർ എന്ന വില്ലൻ കഥാപാത്രത്തിന് നൽകിയ ഒരു ഹീറോയിക് പരിവേഷമുണ്ട്. അത് പരീക്ഷിക്കാൻ അഭിനേതാക്കൾക്കും ആവേശമായിരുന്നു. അതുകൊണ്ടാവാം ക്രിസ്റ്റഫർ നോളന്റെ ജോക്കർ ആവാനും ആദ്യ പരിഗണനയിൽ ഉണ്ടായിരുന്നത് മുൻനിര താരങ്ങളായ റോബിൻ വില്യംസ്, സ്റ്റീവ് കാരൽ, അഡ്രിനൽ ബ്രൗഡി, ഹ്യൂഗോ വീവിംഗ് എന്നിവരായത്. ഇവരെ ഒക്കെ തള്ളിമാറ്റിയാണ് നോളൻ തന്റെ ജോക്കറെ ഹീത്ത് ലെഡ്ജർ എന്ന ഓസ്ട്രേലിയൻ താരത്തെ ഏൽപ്പിക്കുന്നത്. എന്തായാലും നോളന്റെ കണക്കുകൂട്ടൽ പിഴച്ചില്ല. ഏറ്റവും മികച്ചതായി തന്നെ അയാൾ ആ കഥാപാത്രത്തെ പൂർത്തിയാക്കി യാത്രയായി. ഇത്രയും ജോക്കർമാർ ഒരുക്കി വെച്ച ബെഞ്ച് മാർക്കിനെ തകർത്തുകൊണ്ടാണ് 2019-ൽ വാക്കിൻ ഫീനിക്സിനെ നായകനാക്കി ടോഡ് ഫിലിപ്സ് തന്നെ വിഷാദ രോഗിയായ ജോക്കറെ നായകനാക്കി അവതരിപ്പിച്ചത്. മുൻപ് പറഞ്ഞ സിനിമകളിൽ നിന്നും കോമിക് സീരീസുകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സ്റ്റാൻഡ് അലോൺ കഥാപാത്രമായിരുന്നു സ്കോട്ട് സിൽവറിനൊപ്പം ടോഡ് ഒരുക്കിയെടുത്ത ജോക്കർ. ഹോളിവുഡ് സംവിധായകൻ മാർട്ടിൻ സ്കോർസെസിയുടെ ടാക്സി ഡ്രൈവർ, ദി കിങ് ഓഫ് കോമഡി എന്നീ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജോക്കറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആകണമെന്ന് ആഗ്രഹിച്ച ആർതർ എന്ന ക്ലൗണിനെയാണ് ടോഡ് അവതരിപ്പിച്ചത്. ഒരിക്കലും കരയാൻ സാധിക്കാത്തൊരു വിഷാദ രോഗി. യഥാർത്ഥ വൈകാരികതയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ വികാര പ്രകടനം വന്നുപോകുന്ന ഒരു ന്യൂറോട്ടിക് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ ജോക്കർ അഥവാ ആർതർ ഫ്ലെക്ക്. തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വവും കൊടികുത്തിവാണ് ഗോതം സിറ്റിയിൽ ഒന്നുമല്ലാതായി മാറുന്ന അവഹേളിക്കപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ എല്ലാ പ്രിവിലേജുകൾക്കും മുകളിൽ കസേരയിട്ടിരുന്ന അവരെ നോക്കി കളിയാക്കി ചിരിച്ചവരോടുള്ള പ്രതിഷേധം കൂടിയാണ് ജോക്കറിന്റെ ക്രൈമുകൾ. അയാളൊന്നും പണത്തിനായി ചെയ്തതല്ല. ഡാർക്ക് നൈറ്റിൽ ഹീത്ത് ലെഡ്ജറിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഇഫ് യു ആർ ഗുഡ് അറ്റ് സംതിങ് നെവർ ഡു ഇറ്റ് ഫോർ ഫ്രീ. പക്ഷെ യോക്കിൻ ഫീനിക്സ് അവതരിപ്പിച്ച ജോക്കർ ചെയ്യുന്ന ക്രൈമുകളൊന്നും പണത്തിൽ ബന്ധിതമല്ല. ഒക്കെയും അയാളുടെ ഇന്നർ അർജിൽ നിന്നും ഉണ്ടായതാണ്. അയാൾ തന്റെ ചുറ്റിലുമുള്ള ചുരുക്കം ചില മനുഷ്യരിൽ പടുത്തുയർത്തിയ വിശ്വാസവും സ്നേഹവും പാടെ തകർന്നു വീണ് ലോകത്തിനു മുന്നിൽ ഒരു കോമാളിയായി മാറുന്നിടത്താണ് കഥ അതിന്റെ തീവ്രമായ ഭാവത്തിലേക്ക് കടക്കുന്നത്. അവിടെയൊക്കെയും പ്രേക്ഷകനെ സീറ്റിൽ പിടിച്ചിരുത്തിയത് വോക്കൻ ഫീനിക്സ് എന്ന നടന്റെ അസാമാന്യ പ്രകടനവും ഹിൽദുർ ഗുനഡോട്ടർ എന്ന സംഗീത സംവിധായക ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിന്റെ മിടുക്കുമാണ്. 2019 ഒക്ടോബർ 4-നാണ് ജോക്കർ എന്ന R-rated ചിത്രം പുറത്തിറങ്ങിയത്. ലോക റെക്കോർഡുകളിൽ $1 ബില്യൺ പുറത്ത് ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമായി ജോക്കർ റെക്കോർഡ് തിരുത്തി. കോമഡി റോളറിലെത്തിയ ഹാങ് ഓവർ സിനിമകളുടെയും വാർ ഡോഗ്സ് എന്ന ചിത്രത്തിന്റെയും സംവിധായകനായ ടോഡ് ഫിലിപ്സ് ഒരു സോഷ്യോപാത്തിനെ എങ്ങനെ ചിത്രീകരിക്കും എന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രേക്ഷകർ 5 വർഷത്തിന് പുറം വീണ്ടും ഒരു ഒക്ടോബറിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ജോക്കർ 2 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്.
ജോക്കർ ഫോളി എഡ്യൂ എന്ന പേരിലാണ് രണ്ടാം ഭാഗം എത്തുന്നത്. ഫോളി എഡ്യൂ, a psychiatric condition where two people who are closely connected sharing a delusion or mental illness എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രത്തിന്റെ ട്രെയിലർ ആരംഭിക്കുന്നത്. ജോക്കറും അയാളുടെ പാർട്ട്ണറായ ഹാർലി ക്വിനും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാം ഭാഗത്തിൽ എന്നാണ് പ്രതീക്ഷ. എന്തായാലും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഒരുങ്ങുന്ന പ്രണയകഥ തന്നെയാകും അതും. കോമിക്കുകളിൽ പറഞ്ഞു വെക്കുന്ന ഹാർലി ക്വിൻ എന്ന കഥാപാത്രം ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. ജോക്കറെ മെന്റൽ അസൈലത്തിൽ ചികിത്സിക്കാനെത്തുന്ന ഹാർലി അയാളുമായി പ്രണയത്തിലാവുകയും അയാളുടെ മാനിപ്പുലേഷൻ ട്രിക്കുകളിൽ അകപ്പെടുകയുമാണ്. ശേഷം ജോക്കറിന്റെ സ്വപ്നങ്ങൾ സ്വന്തം സ്വപ്നങ്ങളായി കണ്ട് അവർ അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ജോക്കറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നത് ഒരു മെന്റൽ അസൈലത്തിൽ നിന്നും രക്തത്തിൽ കുളിച്ച ജോക്കർ നടന്നു പോകുന്നിടത്താണ്. ഒരുപക്ഷെ അയാൾ അയാളുടെ തെറാപ്പിസ്റ്റിനെ കൊല്ലുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാവാം. ജോക്കറിന്റെ വില്ലനായ ബാറ്റ്മാൻ ഇല്ലാതെയാണ് രണ്ടാം ഭാഗവും എത്തുന്നത് എന്നതാണ് ടോഡ് ഫിലിപ്പിന്റെ കഥയിലേക്കുള്ള പ്രധാന ആകർഷണങ്ങളിലൊന്ന്. മ്യൂസിക്കൽ ഡ്രാമയായ ലാലാ ലാൻഡിൽ നിന്നും നേരെ വിപരീതമായുള്ള ഒരു നെഗറ്റീവ് മ്യൂസിക്കൽ ക്രൈം ഡ്രാമയാകും ജോക്കർ 2 എന്ന് പ്രതീക്ഷിക്കാം. ഒരു ഹാഹാ ലാൻഡ് എന്ന സംവിധായകൻ തന്നെ അതിനെ പരിഹസിക്കുന്നുണ്ട്. അക്കാദമി അവാർഡ് ജേതാക്കളായ ലേഡി ഗാഗയും വാക്കസ് ഫീനിക്സും ഒന്നിച്ചുള്ള പ്രകടനവും സ്കോട്ട് സിൽവറിന്റെ സൈക്കോളജിക്കൽ അപ്രോച്ചുള്ള കഥയും തന്നെയാകും രണ്ടാം ഭാഗത്തെയും പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുക. 2019 ജോക്കർ എഴുതി ചേർത്ത റെക്കോർഡാണ് ഈ വർഷം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ തകർത്തത്. അതേ വർഷം തന്നെ പുതിയ റെക്കോർഡുകൾ കൊണ്ട് ഡെഡ്പൂളിന് തിരിച്ചടി നൽകാൻ പുതിയ ജോക്കറിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഒപ്പം ജോക്കർ എന്ന കഥാപാത്രത്തിന് തന്നെ വീണ്ടും ഒരു ഓസ്കാർ ഡിസർവിംഗ് പ്രകടനവും പ്രതീക്ഷിക്കാം.